അവളെ ഒതുക്കാനും ഓടിക്കാനും അവൻ തന്നെ വേണം. സിദ്ധാർത്ഥൻ. നമ്മുടെ റിയാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ആയിട്ടുണ്ട്. ഒരു സംഘർഷാവസ്ഥ ഇവിടെ ആവശ്യമാണ്. റിയാസിന്റെ സ്വതസിദ്ധമായ രീതിയിൽ റിയാസ് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തിട്ട് അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. എന്തുവാ മനുങ്ങൾ എന്താ വേണ്ടേ? നീ പേടിക്കണം. അത്രേ ഉള്ളോ? ഇത്രേ മതിയോ? എനിക്ക് റിയാസിനോട് നമ്മുടെ സീസണിൽ വന്നപ്പോൾ തൊട്ട് പറയാനുള്ള കാര്യം, നിന്റെ ചിന്തകൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. എവിടെ എന്ത് പണിയണമെന്ന് ഞാൻ തീരുമാനിച്ചു. പേടിയുണ്ടെന്ന് നീ അത് പറയടാ, വെറുതെ ഞാൻ വർത്താനം പറയാതെ. എന്റെ സീസണിൽ വന്ന സമയത്ത് നീ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, പുറത്തുള്ള കുറെ കൃമികളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചതെന്ന് പറഞ്ഞു. അല്പം കൂടെ മാന്യമായിട്ട് പെരുമാറാതെ. വിവരവും വിദ്യാഭ്യാസവും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല എന്നത് വിദ്യാഭ്യാസമുള്ള എന്റെ കാര്യം കണക്കിലെടുക്കണ്ടേ? ഞാൻ ഒരിക്കൽ പോലും നിന്റെ പോലെ നടക്കുന്ന ആൾക്കാരൊന്നും ഞാൻ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല. പുറത്തുള്ള കുറെ ലൂസേഴ്സിന്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ അത് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ ശരി സമ്മതിച്ചേ? ആണല്ലോ. ഈ പുറത്ത് നോർമലായിട്ട് ജീവിക്കുന്ന നിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ പരാജയപ്പെട്ടവരും കൃമികളുടെയും കൂട്ടത്തിൽപ്പെടുന്നവരാണ്. ഇപ്പം അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കയറി വരികയും ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് എതിരെ പറയുന്നു എന്നൊരാൾക്ക് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആത്യന്തികമായിട്ട് നീ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നീ സ്വയം തിരിച്ചറിയുക. ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ലോക പരാജയം. നിങ്ങളെ സമൂഹം എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം നടത്തണം. കയ്യിലിരിപ്പ് കൊണ്ടാണോ മാറ്റി നിർത്തുന്നത് എന്ന് ആദ്യം ആലോചിക്കാം. എടാ പെരട്ടെ, നിന്റെ ഉദ്ദേശം എന്താടാ? അതറിഞ്ഞിട്ട് തനിക്കെന്ത് വേണം? ഇവിടുത്തെ ഉപ്പും ചോറും നിന്ന് വളർന്നവനാടാ ഈ പൊതുവാള്. എന്താ താനിവിടെ നിന്നപ്പോ കറിയൊന്നും വെക്കത്തില്ലേ? സ്വന്തം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ റിയാസിന്റെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് അറപ്പുണ്ടാവുന്ന രീതിയിലായി മാറരുത്. ഞാൻ പോകുന്നു. ബൈ.